السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. പ്രിയമുള്ള ഷമീമെ മദീന, അതിൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മുഹിബീങ്ങളെ, ഖാദിമീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലത് പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി വരിക്കാൻ അള്ളാഹു നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ റഹ്മത്തിക യാ റഹ്മർ റഹീം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മളിലേക്ക് കയറി വരുന്നത് പരിശുദ്ധമാകപ്പെട്ട ദുൽഹജ്ജ് മാസമാണ്. ഒരു ചെറിയൊരു ആയത്ത് ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരു ആയത്ത് ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 9 കാര്യം അല്ലാഹു തആല നമ്മൾക്ക് നൽകും. അത് ഉറപ്പാണ്, സംശയമില്ല. മുത്തനബിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു ആയത്തായിരുന്നു. അത് എപ്പോഴും അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുമായിരുന്നു, ഏതവസരത്തിലും. അത് ഏത് ആയത്താണ്, അതിൻ്റെ മഹത്വം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ഗൗരവം എന്താണ്, അതൊന്ന് മനസ്സിലാക്കിയാൽ അല്ലാഹ് അണക്കെല്ലാം ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നതായ എല്ലാ കാര്യവും എനിക്ക് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാം റാസി ഇമാം 16 അർത്ഥങ്ങൾ അതിൽ കൊടുക്കുന്നുണ്ട്. ഒരുപാട് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഏത് ആയത്താണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ പ്രാർത്ഥന ആരാണ് പ്രാർത്ഥിക്കുന്നത്? മോമിനീങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇങ്ങനെ പറയാൻ. ദുനിയാവിൽ എനിക്ക് നല്ലത് വമിന്നും മയ്യഖൂലു റബ്ബനാ ആതിനാ, പഠിച്ചതായ ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ഫിദ്ദുനിയാ ദുനിയാവിൽ നൽകണേ അല്ലാഹ്, ഹസനതൻ നല്ലതിനെ തരണേ അല്ലാഹ്, വഫിൽ ആഖിറതി ആഖിറത്തിൽ ഹസനതൻ നല്ലതിനെ തരണം, വഖിനാ അദാബന്നാർ നരകശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എന്താണ് ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം? പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, 9 കാര്യം ഞാൻ വിശദീകരിക്കാം. 9 കാര്യം അല്ലാഹു നമ്മൾക്ക് നൽകും. 9 അല്ല, ഒരുപാട്, ഒരു മാസമല്ല, 2 മാസക്കാലം വയല് പറഞ്ഞാലും ക്ലാസ് എടുത്താലും തീരാത്ത ഒരു ആയത്താണ്. മുത്തനബിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഈ ദുആയും ഈ ആയത്തും. വഖ്തലഫൽ ഉലമാഉ ഫീ മാനൽ ഹസനതൈൻ. ഇവിടെ 2 ഹസനത്ത് എന്ന് പറഞ്ഞു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലേ, വഫിൽ ആഖിറതി ഹസനതൻ. ഈ ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇമാമിങ്ങൾ പറയുന്നു. ഫഖാല അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറയുന്ന വ്യാഖ്യാനം ഒന്നാമത്തേത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ എനിക്ക് നല്ലതിനെ തരണേ എന്ന് പറഞ്ഞാൽ ഇംറാത്തുൻ സ്വാലിഹാ, സ്വാലിഹായ പെണ്ണ്, സ്വാലിഹായ ഭർത്താവ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭാര്യ മക്കളെ എല്ലാവരും അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. വഫിൽ ആഖിറതി ആഖിറത്തിന്റെ അകത്തുള്ള ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം അൽ ഹൂറുൽ ഹീൻ, ഹൂറുൽ ഹീൻ എന്നുള്ള സ്ത്രീകളാണ്. വഖിനാ അദാബന്നാർ നരകശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്, അത് മോശമായ പെണ്ണിനെ കുറിച്ചിട്ടാണ് എന്നാണ് അലി റളിയല്ലാഹു തആല അൻഹു വ്യാഖ്യാനിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ദുനിയാവിൽ നല്ലതിനെ തരണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇൽമ് തറയണം, അറിവ് നൽകണേ അല്ലാഹ്, അറിവ് നൽകണേ റഹ്മാനെ. ആഖിറത്തിന്റെ അകത്ത് ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം അൽ ജന്ന, സ്വർഗം തരണേ അല്ലാഹ്, സ്വർഗം വേണോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. 2 കാര്യം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നല്ലതിനെ തരണേ എന്ന് പറഞ്ഞാൽ ഐ റിസ്ഖൻ ഹലാലൻ വസിയാ, ഞങ്ങൾക്ക് ഹലാലായ റിസ്ക്,
ഹറാമ് കലരാത്ത ഹലാലായ റിസ്ക്. മുത്തുനബി സുബൈ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ, എന്നിട്ട് വരിസ്ഖൻ ഹലാലൻ എന്ന് ദ്വാരക്കുമായിരുന്നു. ഹലാലായ റിസ്ക് അത് നൽകണേ അല്ലാഹ് ദുനിയാവിൽ. ആഖിറത്തിന്റെ അകത്ത് ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഇയൽ മഗ്ഫിറത്തു വസ്സബാബ്, കൂലി നൽകണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അതാണ് മൂന്നാമത്തത്. നാലാമത്തെ കാര്യം ദുനിയാവിൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഇത് എന്റെ വ്യാഖ്യാനമല്ല. വഖാല ഇബ്നു അത്തിയ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫിദ്ദുന്യാ ഹസന കൊണ്ടുള്ള ഉദ്ദേശം അൽ ഇൽമു വൽ അമലു ബിഹി, ഇൽമാണ്, അറിവാണ്, അതുകൊണ്ടുള്ള അമലാണ്. തഹജ്ജുദ് നിസ്കാരം പഠിച്ചവരാണ്, റവാത്തിബ് സുന്നത്ത് നിസ്കാരം പഠിച്ചവരാണ്, ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളും പഠിച്ചവരാണ്. പഠിച്ചിട്ട് കാര്യമില്ല, ജീവിതത്തിൽ അതിനെ പതിവാക്കിയാൽ കൊണ്ടു നടന്നാൽ അതാണ് ഇൽമുൻ നാഫിയ, നാഫിയായ ഇൽമു. അല്ലാഹു നാഫിയായ ഇൽമു നൽകിയ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അല്ലേ, അതൊരു തൗഫീഖാണ്. ആഖിറത്തിന്റെ അകത്ത് ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹ് എന്റെ ഹിസാബിനെ എളുപ്പമാക്കണേ അല്ലാഹ്, എന്നെ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാഹ്, ഹിസാബില്ലാതെ ഹിസാബ് എളുപ്പമാക്കണേ അല്ലാഹ്. അതാ റബ്ബനാ ആതിനാ, മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഈ ദുആ ദ്വാരക്കാൻ പറ്റൂ. ഏത് ദുആ? റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് നാലാമത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി അഞ്ചാമത്തെ കാര്യം, റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന കൊണ്ടുള്ള ഉദ്ദേശം നല്ല ഔലാദുൽ അബ്റാർ, നല്ല മക്കൾ, മാതാപിതാക്കൾ അനുസരിക്കുന്ന, ഗുണം ചെയ്യുന്ന, കിർഫ ചെയ്യുന്ന മക്കൾ. അല്ലാഹ് അങ്ങനെയുള്ള മക്കളെ നൽകണേ റഹ്മാനെ. ഒരുപാട് പ്രവാചകന്മാർ ദുആരുന്നത് മക്കൾ സ്വാലിയാവാൻ വേണ്ടി. റബ്ബി അബ്ലി മിനസ്, ഒരുപാട് പ്രവാചകന്മാരും ഒരുപാട് ഇമാമിങ്ങളും ദുആരുന്നത് എൻ്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഉമ്മമാരെ, നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ മക്കൾക്ക് വേണ്ടി? ദുആരക്ക് റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ല മക്കളെ നൽകണേ അല്ലാഹ്. നല്ല മക്കൾ, സ്വാലിഹായ മക്കൾ, ഗുണം ചെയ്യുന്ന മക്കൾ. വഫിൽ ആഖിറതി ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം മുറാഫഖത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ കൂട്ടുകെട്ട്, അവരെ കൂടെ അണിനിരക്കാൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതാണ് അഞ്ചാമത്തത്. ആറാമത്തെ കാര്യം ദുനിയാവിൽ ഹസനത്ത് തരണേ, നല്ലതിനെ തരണേ എന്ന് പറഞ്ഞാൽ അൽമാല്, സമ്പത്ത്. സമ്പത്ത് വേണോ, നിയമത്ത് വേണോ, ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല. യജമാനനായ റബ്ബിന്റെ മുമ്പിൽ ദുആരുന്നു, റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന. ആഖിറത്തിന്റെ അകത്ത് ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം വിജയികൾക്കുള്ള കൂട്ടത്തിൽ എന്നെ പെടുത്തണേ അല്ലാഹ്. ആറാമത്തെ കാര്യം, ഏഴാമത്തെ കാര്യം ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം ദുനിയാവിൽ എനിക്ക് ഇഖ്ലാസ്, ആത്മാർത്ഥത തരണേ അല്ലാഹ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥത, സ്വതക്ക ചെയ്യുമ്പോഴും മറ്റുള്ളതായ കാര്യം ഇബാദത്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥത. ഇത് ആർക്ക് വേണ്ടിയാണ്? നമ്മൾ മോസിനാവണം. നമ്മൾ മോസിനാവണം. മോസിന് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രമാണ് അവനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യലാണ്. ഞങ്ങൾക്ക് ഒരു ആത്മാർത്ഥത നൽകണേ റഹ്മാനെ. ഇന്ന് ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, കാട്ടിക്കൂട്ടലുണ്ട്. പക്ഷേ അമല് കൂടുതലല്ല, ചെയ്യുന്ന കാര്യത്തിൽ ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഞങ്ങളുടെ അമൽ ആത്മാർത്ഥതയുള്ള അമലാക്കണേ അല്ലാഹ്. എല്ലാ അമലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അതിനെ വലിച്ചെറിയും. നീ ചെയ്ത നിസ്കാരം ആത്മാർത്ഥതയില്ലാത്തത്, ആ കൂട്ടത്തിൽ പെടുത്തല്ല റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ. അതാണ് ഏഴാമത്തെ കാര്യം പറഞ്ഞു. എട്ടാമത്തെ കാര്യം എന്താണ്? ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം എട്ടാമത്തെ കാര്യം അൽ അലാവത്തു, ഈമാനിന്റെ അകത്തുള്ള ഒരു മധുരം, ഇബാദത്തിന്റെ അകത്തുള്ള ഒരു മധുരം, ഒരു ഉന്മേഷം, ഇബാദത്ത് ചെയ്യുമ്പോഴുള്ള ഉന്മേഷം.
അതിന് എനിക്ക് നൽകണേ റഹ്മാനെ. ആഖിറത്തിന്റെ അകത്തുള്ള ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാനെ കാണാം. നിനക്ക് അള്ളാനെ കാണണോ? എല്ലാ മനുഷ്യന്മാർക്കും ആഖിറത്തിൽ അല്ലാഹു തആലാനെ കാണാൻ വേണ്ടി പറ്റൂല, ദോഷികൾക്ക് പറ്റൂല. ഹൃദയത്തിലേക്ക് കറുകറുത്തതായ ഹൃദയം, അതിനെ ശുദ്ധീകരിക്കാത്ത കാലത്തോളം നമുക്ക് അള്ളാഹുവിനെ കാണൂല. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒമ്പതാമത്തെ കാര്യം, ദുനിയാവിൽ ഹസനത്തിനെ തരണേ എന്ന് പറഞ്ഞാൽ ആഫിയത്ത്, ആരോഗ്യം നൽകണേ റഹ്മാനെ. ആഖിറത്തിന്റെ അകത്തും ആരോഗ്യം നൽകണേ റഹ്മാനെ. ആരോഗ്യമില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മുട്ടുവേദന, കാലുവേദന, ശരീരത്തിന്റെ ഒരുപാട് വേദന അനുഭവിക്കുന്നവർ, ആഫിയത്തില്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആയത്തായിരുന്നു. വളരെയേറെ അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് ഓതുകയും പതിവാക്കുകയും എല്ലാ അവസരത്തിലും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ആയത്ത് അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ദുനിയാവിൽ എനിക്ക് നീ ആഫിയത്ത്, ആരോഗ്യം നൽകണേ റഹ്മാൻ. ആരോഗ്യം വേണോ? ആരോഗ്യമില്ലാത്തവർ നിനക്ക് ആരോഗ്യം വേണോ? റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 9 കാര്യം അല്ലാഹു നൽകും. 9 ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരുപാട് ഇമാമിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇമാമിങ്ങൾ പറയുന്നത് കാണാം. പിന്നൊരു വ്യാഖ്യാനമാണ് ഹസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം അസ്സബാത്തു അലൽ ഈമാൻ, ഈമാനിൽ ഉറച്ച്. ഈമാൻ എപ്പോൾ തെറ്റിപ്പോവുമെന്ന് പറയാൻ വേണ്ടി പറ്റൂല. ഒരാളുടെ ഈമാൻ അതായി മോമിനായി ജീവിച്ച് മോമിനായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഭാഗ്യമുണ്ടാവും. നീ ദുആ അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, തൗബയിലും പറയുന്ന റബ്ബനാ ലാ തുസി ഖുലൂബനാ. പടച്ച തമ്പുരാനെ, ഹിദായത്ത് നൽകിയതിന് ശേഷം എൻ്റെ ഹൃദയത്തിനെ നീ ഞങ്ങളെ തെറ്റിച്ച് കളയല്ല അല്ലാഹ്. റബ്ബനാ ലാ തുസി ഖുലൂബനാ. എപ്പോൾ തെറ്റിപ്പോകുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടല്ലേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെയായ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണേ ദ്വാരക്കുന്നത്. 17 റക്അത്തിൽ എപ്പോൾ തെറ്റിപ്പോകുമെന്ന് പറയാൻ പറ്റൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ഈമാനിൽ ഉറപ്പ് ഈ ദുആ പതിവാക്ക. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു 3 പ്രാവശ്യം ഈ ആയത്ത് ഓതി ദുആ ചെയ്യാം. അക്സറു ദുആഇ റസൂലില്ലാഹ് നോക്കി കാണാം. ഫസ്ലുൻ കിതാബിൽ പറയുന്നത് കാണാം. ഖാല ഇബ്നു ജരീർ റഹിമഹുല്ലാഹ് ബലഗനി അന്നഹു കാന ഉമർ അൻ യകൂന അക്സറു ദുആഇ. അല്ലാഹുവിന്റെ റസൂൽ അധികരിച്ച ദുആറുന്നത് ഫിൽ മൗഖിഫി, എല്ലാ അവസരത്തിലും, അറഫയിലും തവാഫിലും മുസ്ദലിഫയിലും എല്ലാം അല്ലാഹുവിന്റെ റസൂൽ ദുആറുന്നത്. തവാഫ് ചെയ്യുന്ന അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ദുആറുന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന. ഈ ദുആ ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു 3 പ്രാവശ്യം ആത്മാർത്ഥമായ നിലയ്ക്ക് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ അല്ലാഹ്, ഭാവികളായ ദോഷികളായ നിന്റെ അടിമകൾ പരിശുദ്ധമാകപ്പെട്ട ഈ ആയത്ത് ഓതി അതിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം കേട്ടുപോയി അല്ലാഹ്. എന്തെങ്കിലും തെറ്റ് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് മാഫ് നൽകണേ റഹ്മാനെ. എൻ്റെ മുഫസ്സിരീങ്ങളെ, ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാമും മുഫസ്സിരീങ്ങളും പറഞ്ഞ വ്യാഖ്യാനമാണ് അല്ലാഹ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. അല്ലാഹ് അത് ജീവിതത്തിൽ ചെയ്യാനും പകർത്തുവാനും ദുആ ചെയ്യുവാനും അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ ആയത്തിൽ ഹസനത്ത് എന്തെല്ലാം റബ്ബേ അർത്ഥങ്ങളുണ്ട് നമ്മൾക്കറിയില്ല. ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു ആയത്താണല്ലോ. ഇതിൽ എന്തെല്ലാം നീ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്, അതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ.
ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റഹ്മാനെ. വബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.